Hello guys, welcome back to my third lecture of TOC. So കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ തിയറീസ് ആയിരുന്നു പഠിച്ചിരുന്നത്. നമുക്ക് അങ്ങനെ വലുതായിട്ട് ഇതിൽ തിയറി വേണ്ട. ഇന്ന് ഞാൻ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതൊന്ന് കമന്റിലൂടെ ഇടണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡിസൈൻ ആൻ ഓട്ടോമേറ്റ ദാറ്റ് accept string AAB over the alphabet. Sigma is equal to AB. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൽഫബറ്റ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. ഈ ആൽഫബറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രിങ് AAB ആണ്. സോ ഈ AAB എന്ന് പറയുന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റയാണ് നമുക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. സോ അപ്പോൾ എന്താണ് AAB മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ DFA, ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഈ ഓട്ടോമേറ്റ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് AAB എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. ഇനി വേറെ എന്ത് സ്ട്രിങ്, ഇപ്പൊ ABA ആയിക്കോട്ടെ, AB ആയിക്കോട്ടെ, ഇതല്ലാതെ വേറെ എന്ത് സ്ട്രിങ് വന്നാലും അത് റിജക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് AAB അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ്, ഒരു ഓട്ടോമേറ്റ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്, ഇപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇത് പഠിക്കുന്നവരാണെങ്കിൽ, നമ്മൾ സ്റ്റേറ്റുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഓരോ സ്റ്റേറ്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സർക്കിൾ വരച്ചിട്ടാണ്. ഓക്കെ, സർക്കിളിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന പേര് Q0, Q1, Q2 അങ്ങനെയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റിന് ഞാൻ Q0 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കോളേജിലും ചിലപ്പം വേറെ വേറെ പേരുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് Q0, Q1 അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്. Q0 ആണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ് ഞാൻ വരച്ചു Q0. ദിസ് ഈസ് മൈ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇതാണ് എൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ്. എപ്പോഴും നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു ആരോ കൊടുക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ് കൊടുത്തു. ഇനി നമ്മൾ ഫസ്റ്റ് സിമ്പിൾ എന്തായിരിക്കണം? നമ്മുടെ ഈ ഓട്ടോമേറ്റ വായിക്കേണ്ട ഫസ്റ്റ് സിമ്പിൾ എന്താണ്? നമ്മുടെ AAB അല്ലേ? അപ്പൊ അതിലെ ഫസ്റ്റ് ആളാരാ? A ആണ്. അപ്പൊ നമ്മുടെ ഓട്ടോമേറ്റ വായിക്കേണ്ടത് എനെയാണ്. അപ്പൊ A വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത സ്റ്റേജിലേക്ക് പോകും അല്ലെ? ഇത് അക്സെപ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ഓട്ടോമേറ്റ അടുത്ത സ്റ്റേജിലോട്ട് മൂവ് ചെയ്യും. കാരണം നമുക്ക് വേണ്ട AAB എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ ആദ്യത്തെ ആളാണ് A. സോ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ലെറ്റർ കിട്ടുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് ഇവിടെ ഏത് ലെറ്ററാ വരേണ്ടത്? വീണ്ടും എന്താണ്? ഒരു A ആണ് അല്ലേ? അപ്പൊ അടുത്ത ഒരു A വരുമ്പോ എന്ത് ചെയ്യും? അടുത്ത സ്റ്റേജിലോട്ട് മൂവ് ചെയ്യും. അതേത് സ്റ്റേറ്റാ? Q2 എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് മൂവ് ചെയ്യും. ഇനി എന്ത് ചെയ്യണം? ഒരെണ്ണവും കൂടെ വരും അല്ലെ? ലാസ്റ്റ് സിമ്പിൾ എന്താ? നമുക്ക് എന്തൊക്കെയുണ്ട്? AAB ആണ്. ഫസ്റ്റ് A വന്നപ്പം Q1 പോയി, വീണ്ടും ഒരു A വന്നപ്പോ Q2 പോയി. ഇനി നമുക്ക് അടുത്ത എന്ത് വരണം? B വരണം. B വരുമ്പോ എന്തിലോട്ട് പോവും? അടുത്ത സ്റ്റേജിലോട്ട് പോവും, Q3. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. ഇവിടെ വന്ന് നമ്മുടെ ഓട്ടോമേറ്റ് എന്ത് ചെയ്യണം? എൻഡ് ചെയ്യണം. അപ്പം ഫൈനൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിന് നമ്മൾ ഇങ്ങനെ ഡബിൾ സർക്കിൾ വരച്ചു കൊടുക്കുക. ഓക്കെ, ഡബിൾ റൗണ്ട് വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നത്. ഇനിഷ്യൽ സ്റ്റേറ്റ് ആണെങ്കിൽ ഇതേപോലൊരു ആരോ അതിലോട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ സ്ട്രിങ് എന്താണ്? AAB വന്നാൽ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാടാ, നമ്മളിപ്പോ ഫസ്റ്റ് തുടങ്ങി. ഫസ്റ്റ് ഇൻപുട്ട് നമ്മളൊന്നും കൊടുത്തില്ല. അപ്പം ഇവിടെ നിൽക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ട് B ആണ്. എല്ലായ്പ്പോഴും മെഷീനിൽ ഇപ്പൊ A ഇൻപുട്ട് തന്നെ കിട്ടണമെന്നില്ലല്ലോ. റോങ് ആയിട്ടുള്ള ഇൻപുട്ടും വരും. അപ്പൊ ഫസ്റ്റ് ഇൻപുട്ട് B ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ട്രിങ് കിട്ടുമോ? നമുക്ക് വേണ്ട AAB ആണ്. പക്ഷെ ഫസ്റ്റ് എനിക്ക് വന്ന ഇൻപുട്ട് B ആണെങ്കിൽ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡെഡ് സ്റ്റേറ്റ് കൊടുക്കും. എന്താണ് ഡെഡ് സ്റ്റേറ്റ്? ഈ ഡെഡ് സ്റ്റേറ്റ് എങ്ങനെയാ? ഇപ്പൊ നമുക്ക് ഇതിൽ വേണ്ടാത്ത ഇൻകറക്റ്റ് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. അതൊരു ട്രാപ്പ് സ്റ്റേറ്റ് ആണ്. മനസ്സിലായോ? ഇപ്പൊ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻകറക്റ്റ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, അപ്പൊ എങ്ങനെയാടാ? ഫസ്റ്റ് നമ്മൾ Q0 നിൽക്കുകയാണ്, നമുക്ക് B വന്നു. അപ്പൊ നമുക്കൊരു പുതിയ ഡെഡ് സ്റ്റേറ്റ് വരയ്ക്കണം. ഞാൻ ആ ഡെഡ് സ്റ്റേറ്റിന് ഇവിടെ വരയ്ക്കുകയാണ്. Q4 എന്ന് കൊടുത്തു. ഇത് ഡെഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ റോങ് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് വന്നു കഴിഞ്ഞാൽ Q0 Q1 Q1 Q2 Q3 പോയി എൻഡ് ചെയ്തു, കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ കേസ് Q0 നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഇൻപുട്ട് B ആണ്. B ആണെങ്കിൽ എങ്ങോട്ട് പോകണം? നമ്മൾ ഇങ്ങോട്ട് പോകും. കണ്ടോ? ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്.
ബിയിലോട്ട് വന്നാൽ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. കാരണം അത് റോങ് ആണ്. ഇനി ഞാൻ ഈ ബി കഴിഞ്ഞിട്ട് ഇനി എന്ത് കൊടുത്താലും എ കൊടുത്താലും എനിക്ക് ഈ സ്ട്രിങ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡെഡ് സ്റ്റേറ്റിലോട്ട് പോവാം. അത് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇൻവാലിഡ് സ്ട്രിങ് എല്ലാം നമ്മൾ ഡെഡ് സ്റ്റേറ്റ് ട്രാപ്പ് ചെയ്ത് വെക്കും. ഇനി ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ കേസും ആലോചിക്കണേ. ഇപ്പൊ Q0 കാര്യം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഇൻപുട്ട് എ വന്നു കഴിഞ്ഞാൽ മൂവ് ചെയ്യും, ബി വന്നു കഴിഞ്ഞാൽ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഇനി ഓക്കെ, ഫസ്റ്റ് ഇൻപുട്ട് എനിക്ക് എ തന്നെ കിട്ടി, കറക്റ്റ് എ കിട്ടി. ഞാൻ Q1 വന്നു. ഓക്കെ, ഫസ്റ്റ് ഇൻപുട്ട് എനിക്ക് എ കിട്ടി, ഞാൻ പിന്നെ Q1 വന്നു. Q1 വന്ന് രണ്ടാമത്തെ ഇൻപുട്ട് ഈ എ കിട്ടുന്നതിന് പകരം എനിക്ക് ബി വന്നു. രണ്ടാമത്തെ ഇൻപുട്ടാണ് എനിക്ക് തെറ്റായിട്ട് കിട്ടിയത്, ബി. രണ്ടാമത്തെ ഇൻപുട്ട് ബി വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രിങ് കിട്ടിയോ? ഇല്ല, തെറ്റായല്ലേ. അപ്പൊ എന്ത് ചെയ്യും? രണ്ടാമതെന്ന് ബി വന്നാലും നമ്മൾ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആ കേസ് നമ്മൾ ട്രീറ്റ് ചെയ്തേ. ഫസ്റ്റ് ഇൻപുട്ടും സെക്കൻഡ് ഇൻപുട്ടും നമ്മൾ രണ്ടും നോക്കി. ഇനി അടുത്ത നിങ്ങൾ തേർഡ് ഇൻപുട്ട് നോക്കണം. ഓക്കെ, ഇനി തേർഡ് ഇൻപുട്ട്, അതായത് ആദ്യത്തെ ഇൻപുട്ട് എനിക്ക് എ കിട്ടി, രണ്ടാമത്തെ ഇൻപുട്ട് എ കിട്ടി, മൂന്നാമത്തെ ഇൻപുട്ട് എനിക്ക് ബി ആ കിട്ടേണ്ടത്. പക്ഷെ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ Q2 നിന്നപ്പോൾ എനിക്ക് കിട്ടിയ ഇൻപുട്ട് വീണ്ടും ഒരു എ ആണ്. ഇത് നമ്മുടെ സ്ട്രിങ് ആണോ? അല്ലല്ലേ. അപ്പൊ അതെന്ത് ചെയ്യണം? ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകണം. ഡെഡ് സ്റ്റേറ്റ് ഏതാടാ? ഇതാ. അപ്പൊ എ വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് പോകും. കണ്ടോ? ഇതിലോട്ട് പോകും. ഇനി എന്താ ചെയ്യുന്ന? ഇനി നമ്മൾ നോക്കണ്ട അല്ലേ, ഇനി ഒന്നുമില്ല. ഇനി ഇത് ലാസ്റ്റ് സ്റ്റേറ്റ് ആണ്. കറക്റ്റ് ഇൻപുട്ട് കിട്ടിയാൽ ഇവിടെ വന്ന് എൻഡ് ചെയ്യും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ഡെഡ് സ്റ്റേറ്റിൽ നിൽക്കുക. അപ്പൊ ഇപ്പം Q0 എനിക്ക് ബി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ Q4 വരുമെന്ന് പറഞ്ഞു. ഈ Q4 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇൻപുട്ട് കൊടുത്തോണ്ടിരിക്കുകയെന്ന് വെച്ചോ. ആദ്യം ഞാനിപ്പോ ഒരു ബി കൊടുത്തു, പിന്നെ ഞാൻ ഇൻപുട്ട് എ ബി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. വല്ല കാര്യമുണ്ടോ? ഇല്ല. എൻ്റെ സ്ട്രിങ് ഇനി ഈ ബി കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്ത് കൊടുത്താലും ആ സ്ട്രിങ് തെറ്റാ, എൻ്റെ സ്ട്രിങ് ആവത്തില്ല. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ഇങ്ങനെ ഒരു ആരോ കൂടെ കൊടുക്കണം. ഡെഡ് സ്റ്റേറ്റിൽ കടന്നു കഴിഞ്ഞ് പിന്നെ എയും ബിയും വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് കറങ്ങും. വീണ്ടും നമുക്ക് കറക്റ്റ് സ്ട്രിങ് ഒന്നും കിട്ടൂല. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായത് നമ്മൾ പറഞ്ഞുതരാം. ഈ Q0 എനിക്ക് ബി വന്നു, അതായത് ഫസ്റ്റ് ഇൻപുട്ട് ബി വന്നു. അപ്പൊ നമ്മൾ ഡെഡ് സ്റ്റേറ്റിലോട്ട് വന്നു. വീണ്ടും ഞാൻ ഇങ്ങനെ ഇൻപുട്ട് കൊടുത്തോണ്ടിരിക്കുക, എ ബി. വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ സ്ട്രിങ് ഇനി കിട്ടുമോ? ഫസ്റ്റ് ഇൻപുട്ട് തന്നെ തെറ്റായി. ഇനി ഞാൻ എന്ത് കൊടുത്താലും എനിക്ക് ആ ഫസ്റ്റ് സ്ട്രിങ് കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ ഡെഡ് സ്റ്റേറ്റിൽ തന്നെ കടന്ന് കറങ്ങും, വീണ്ടും മൂവ് ചെയ്യത്തില്ല. ഇനി എന്ത് ഇൻപുട്ട് കൊടുത്താലും ആ ഡെഡ് സ്റ്റേറ്റിൽ തന്നെ അത് ട്രാപ്പായിട്ട് കിടക്കും. അപ്പൊ ഇതാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഇനി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയടാ. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, Q0 സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എ ഇൻപുട്ട് കിട്ടി. നമുക്ക് കിട്ടേണ്ട സ്ട്രിങ് എ ബി ആണ്. അപ്പൊ ഫസ്റ്റ് Q0 നിൽക്കുകയാണ്. ഫസ്റ്റ് ഇൻപുട്ട് എനിക്ക് എ കിട്ടി, ഞാൻ Q1 വന്നു. എനിക്ക് അടുത്ത ഞാൻ വീണ്ടും ഒരു എ കൊടുത്തു, ഞാൻ Q2 പോയി. നെക്സ്റ്റ് ഞാനൊരു ബി കൊടുത്തു, Q3 വന്ന് എൻ്റെ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്തു. കണ്ടോ? ഇനി നിങ്ങൾ വേറെ ഒരെണ്ണം ചെക്ക് ചെയ്ത് നോക്കേ. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എനിക്ക് കിട്ടിയ ആള്, ഫസ്റ്റ് ഞാൻ കൊടുത്ത ഇൻപുട്ട് എ ആണ്. ഓക്കെ, Q0 നിന്ന് ഞാൻ Q1 മൂവ് ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് കിട്ടിയത് ബി ആണ്. പക്ഷെ എൻ്റെ അടുത്ത ആൾ എന്താവണം? എ ആവണം. ബി വന്ന കാര്യമുണ്ടോ? ഇല്ല. ഞാൻ നേരെ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെ എനിക്ക് അവിടെ കിടന്ന് എന്ത് കിട്ടിയാലും അവിടെ കിടന്ന് കറങ്ങും. ഓക്കെ, മനസ്സിലായോ? ഇത് സിമ്പിളാ, ഇത്രേ ഉള്ളൂ. ഇനി ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഫസ്റ്റ് സ്റ്റേറ്റിന് ഇങ്ങനെ ഇനിഷ്യൽ സ്റ്റേറ്റിന് ഈ ആരോ കൊടുക്കാനും ഫൈനൽ സ്റ്റേറ്റിന് അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിന് ഇങ്ങനെ ഡബിൾ സർക്കിൾ കൊടുക്കാനും മറക്കരുത്. ബാക്കി നിങ്ങളുടെ ഈ ട്രാൻസിഷൻസ് എല്ലാം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴെല്ലാം നിങ്ങൾ ഈ ആരോ വെച്ചിട്ട് വേണം ഡീനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ എഴുതണം എന്ത് ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് ഈ സ്റ്റേറ്റിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ നോക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന നോർമൽ ഓട്ടോമേറ്റ് ആണ്. DFAയിലോട്ടൊന്നും നമ്മൾ കയറിയിട്ടില്ല. അടുത്തത് ഡിസൈൻ ആൻഡ് ഓട്ടോമേറ്റ്, അതായത് അക്സെപ്റ്റ് സ്ട്രിങ് എ ബി. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ പഠിച്ചത് എ ബി ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള എ ബി 2 എളുപ്പമാണ്. നമ്മളിപ്പോൾ പഠിച്ച കണക്ക് വരച്ചാൽ മതി. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഫസ്റ്റ് നിൽക്കുകയാണ്, ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ Q0 നിൽക്കുകയാണ്. നമ്മൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു Q0. ഓക്കെ, Q0. ഇനി ഇത് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ല. നമ്മൾ നേരത്തെ ഒരു ഡെഡ് സ്റ്റേറ്റ് യൂസ് ചെയ്തായിരുന്നു അല്ലെ. ഇപ്പൊ ഈ ഡെഡ് സ്റ്റേറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോൾ ഒരു റോങ് സിമ്പൽ അല്ലെങ്കിൽ റോങ് ഇൻപുട്ട് റീഡ് ചെയ്താൽ നമുക്ക് എന്താണ്, റോങ് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്ട്രിങ് കിട്ടുമോ? ഇല്ല. ഇപ്പൊ എന്റെ സ്ട്രിങ് എ ബി എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് ബി ആ.
പിന്നെ എനിക്ക് AAB ഇങ്ങനെ കിട്ടി. വല്ല കാര്യമുണ്ടോ? എൻ്റെ സ്ട്രിങ് ഇതാണോ? അല്ലല്ലോ, എൻ്റെ സ്ട്രിങ് ഇതല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമുക്ക് ഡെഡ് സ്റ്റേറ്റ് കൊടുക്കുന്നത്. റോങ് സിമ്പൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രിങ് കിട്ടത്തില്ല. അത് കാരണമാണ് നമ്മൾ ഡെഡ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. എല്ലാം ഒന്ന് വരച്ച് നോക്കണേ. AABB. ഫസ്റ്റ് നമ്മൾ Q0യിൽ നിൽക്കുകയാണ്. Q0യിൽ നിന്ന് ഫസ്റ്റ് ഇൻപുട്ട് നമുക്ക് ആദ്യം കറക്റ്റ് കണ്ടീഷൻ നോക്കാം. എന്നിട്ട് നിങ്ങൾ പിന്നെ റോങ് ഇൻപുട്ടിൻ്റെ ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ഞാനൊരു A കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റേറ്റിലോട്ട് പോകും, Q1ലോട്ട് പോകും. നെക്സ്റ്റ് എന്ത് ചെയ്യും? ഞാൻ വീണ്ടും ഒരു A കൊടുക്കുമ്പം Q2യിലോട്ട് പോവും. ഇനി അടുത്ത ആളാരാ? B. വീണ്ടും ഞാനൊരു B കൊടുക്കുമ്പം അടുത്ത സ്റ്റേറ്റിലോട്ട് പോവും, Q3. ഇനി ഒരാളും കൂടെ ഉണ്ട്, എന്താ? വീണ്ടും ഒരു B കൊടുക്കുമ്പം ഞാൻ Q3 ലാസ്റ്റ് സ്റ്റേറ്റിലോട്ട് പോകും. നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റാണ്, അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. Q4ലോട്ട് പോകും. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇൻപുട്ട് A കൊടുത്തു, ദെൻ അവിടുന്ന് Q1, അപ്പോൾ Q1ലോട്ട് വന്നു, വീണ്ടും ഒരു A കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു. Q2യിലേക്ക് വന്നു, അവിടുന്ന് ഒരു B കൊടുത്തു, Q3യിലേക്ക് വന്നു, വീണ്ടും ഒരു B കൊടുത്തു, Q4ലേക്ക് വന്നു. സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഈ സ്ട്രിങ് കിട്ടി. ഇനി ഞാൻ പറഞ്ഞു റോങ് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്തേക്കുന്ന സിമ്പൽ നമ്മളിവിടെ നമുക്ക് വേണ്ട സിമ്പൽ ഇവിടെ കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് സിമ്പൽ എല്ലാം എന്ത് ചെയ്താൽ മതി? ഡെഡ് സ്റ്റേറ്റിലോട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആവും. അപ്പം നിങ്ങൾക്ക് ലോജിക്ക് അറിയത്തില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കിയേ, നമ്മളിവിടെ ഡെഡ് സ്റ്റേറ്റ് വരയ്ക്കുന്നു, Q5. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് എനിക്ക് എന്താവണം? A ആവണം. അപ്പോൾ B വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം? ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകണം. രണ്ടാമത്തെ ഇൻപുട്ട് എനിക്ക് എന്താവണം? A ആവണം. B വന്നു കഴിഞ്ഞാൽ ഡെഡ് സ്റ്റേറ്റ് ആവും. അടുത്ത എനിക്ക് എന്താവണം? B ആവണം. അപ്പോൾ A വന്നു കഴിഞ്ഞാലാണ് ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അടുത്ത എനിക്ക് B ആവണം. A വന്നു കഴിഞ്ഞാൽ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഇനി ഇവിടെ വെച്ച് Aയോ Bയോ എന്ത് വേണോ വന്നോട്ടെ, ഇവിടെ തന്നെ കിടന്ന് കറങ്ങും. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ മിസ് ചെയ്തു. സോറി, നമ്മൾ ഇവിടെ വരച്ചില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഇവിടെയും കൂടെ ഒരു ആരോ കൊടുക്കണം. അതായത് അതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത്രയും കൊടുത്തു, ഓക്കെ ഫൈൻ. ഇനി ഇപ്പൊ AAB വന്നു, ഇത് അക്സെപ്റ്റ് ചെയ്തു, നമ്മുടെ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട സ്ട്രിങ് കിട്ടി. ഇനി A വന്നോട്ടെ B വന്നോട്ടെ നമുക്ക് ആവശ്യമൊന്നുമില്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇനി A വന്നാലും B വന്നാലും ഒരു കാര്യമില്ല, അത് ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. കൺഫ്യൂഷൻ വരരുത്, ഇത്രേ ഉള്ളൂ. നമുക്ക് വേണ്ട സ്ട്രിങ് AAB ആണ്, അത് ഓൾറെഡി നമുക്ക് കിട്ടി, അക്സെപ്റ്റ് ചെയ്തു. ഇനി ഈ സ്റ്റേറ്റിൽ വെച്ച് പുതിയതായിട്ട് എനിക്ക് എത്ര A വന്നാലും B വന്നു കഴിഞ്ഞാലും എനിക്ക് വേണ്ട, നമ്മുടെ സ്ട്രിങ് ഓൾറെഡി കിട്ടി. അതുകൊണ്ട് അതും കൂടി ഇങ്ങോട്ട് വരച്ചേക്കണേ. അത് ഞാൻ മിസ് ചെയ്തതാണ്, നിങ്ങളതൊന്ന് നോക്കിയാൽ. അപ്പോൾ ഇവിടെ അതേപോലെ എന്ത് ചെയ്യുക? വരയ്ക്കാം. AABB എന്ന് പറയുന്ന കറക്റ്റ് സ്ട്രിങ് എനിക്ക് കിട്ടി. ഇനി അടുത്ത എനിക്ക് A വന്നാലും B വന്നാലും കാര്യമൊന്നുമില്ല. ഓക്കെ, ഇവിടെ തന്നെ ഇങ്ങോട്ട് ഡെഡ് സ്റ്റേറ്റിലോട്ട് തന്നെ പോകും. അപ്പോൾ ഇത് സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ കാണിച്ചു തരാം. ഇതേപോലെ എത്ര ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ഇപ്പം ഞാൻ ABയുടെ അല്ലേടാ പറഞ്ഞ. ഇനി നമ്മുടെ സ്ട്രിങ് എന്ന് പറയാൻ ക്വസ്റ്റ്യൻ ഫുൾ എഴുതുന്നില്ല. നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത് 0101ഉം ആൽഫബറ്റ് നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? സിഗ്മ വെച്ചിട്ടാണ്. അപ്പോൾ സിഗ്മ =0. നമ്മൾ പഠിച്ച കാര്യമാണല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച കാര്യമാണ്. ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വേണോ വരാം, സ്പെഷ്യൽ സിംബൽസ് വരാം, ഡിജിറ്റ്സ് വരാം, ആൽഫബറ്റ്സ് വരാം, എന്ത് വേണമെങ്കിലും വരാം. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വരാം, എന്ത് വേണമെങ്കിലും വരാം. അപ്പം ഇവിടെ നമുക്ക് വന്നേക്കുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് 01 ആണ്, നമ്പേഴ്സ് ആണ്, ഡിജിറ്റ്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്ട്രിങ് 0101 ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാക്കുക, നമ്മുടെ എയും ബിക്കും പകരം ഇവിടെ 01 വന്നതേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അത് നിങ്ങളൊന്ന് തിരുത്തി കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ Q0, ഫസ്റ്റ് സ്റ്റേറ്റ് Q0യിൽ നിന്ന് എന്ത് വന്നു? ഫസ്റ്റ് ഒരു 0 വന്നു. 0 വരുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റേറ്റിലോട്ട് പോകും. അടുത്ത സ്റ്റേറ്റ് എന്താ? Q1ൽ നിന്ന് അടുത്ത് വരേണ്ട ആളാരാടാ? 1. അപ്പോൾ 1 വരുമ്പോൾ ഏത് സ്റ്റേറ്റിലോട്ട് പോകും? Q2. ആദ്യം നിങ്ങൾ നമ്മുടെ കറക്റ്റ് സ്ട്രിങ് അങ്ങ് വരച്ചു കൊടുക്കണം. ദെൻ അടുത്ത 0 വന്നു കഴിഞ്ഞാൽ എന്തിലോട്ട് പോവും? Q3യിലേക്ക് പോവും. വീണ്ടും ഒരു 1 വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് ഫിനിഷ് ആവും, നമ്മൾ ഫൈനൽ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകും, ആൻഡ് ദാറ്റ് ഈസ് Q4. ഇനി എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് എല്ലാം നമ്മൾ താഴേക്ക് വരയ്ക്കുക. അതായത് 0 ഫസ്റ്റ് ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ ഒരു ഡെഡ് സ്റ്റേറ്റ് ഇവിടെ വരയ്ക്കാം.
ഫസ്റ്റ് ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ Q1 പോകും. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ എന്തിലോട്ട് പോകണം? ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകണം. രണ്ടാമത്തെ ഇൻപുട്ട് നമുക്ക് 1 ആ വരണ്ടേ. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇൻപുട്ട് 0യ്ക്ക് പകരം നമുക്ക് 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ് കിട്ടുമോ? ഇല്ല, നമ്മുടെ സ്ട്രിങ് 0യിലാണ് തുടങ്ങണ്ട. അപ്പം നമ്മൾ ഡെഡ് സ്റ്റേറ്റിലോട്ട് കൊടുത്തു. രണ്ടാമത് ഇപ്പം ആദ്യം എനിക്ക് 0 കിട്ടി ഫസ്റ്റ് ഇൻപുട്ട്. പക്ഷെ സെക്കൻഡ് ഇൻപുട്ട് എനിക്ക് 1ന് പകരം വീണ്ടും ഒരു 0 വന്നു. ഇത് എൻ്റെ സ്ട്രിങ് ആണോടാ? അല്ല, എനിക്ക് രണ്ടാമത് വരേണ്ട ആൾ 1 ആ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ 0 വന്നാൽ രണ്ടാമത് 0 വന്നാൽ ഇങ്ങോട്ട് കൊടുക്കണം. മൂന്നാമത് എനിക്ക് കിട്ടേണ്ട ആൾ 0യാ. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. നാലാമത് എനിക്ക് കിട്ടേണ്ട ആൾ 1 ആ. അപ്പോൾ ഓപ്പോസിറ്റ് 0 വന്നു കഴിഞ്ഞാൽ Q4ലോട്ട് പോകും. ഇനി എനിക്ക് ഓൾറെഡി 0101 കിട്ടി. എൻ്റെ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി 0യും 1ഉം വന്നാൽ എനിക്ക് അതിനെ ഒന്നും വേണ്ട. അതെല്ലാം എന്തിലോട്ട് പോകും? ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. സോ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ നിങ്ങൾ വരയ്ക്കാൻ മറക്കരുത്. ഇനി വീണ്ടും 0യും 1ഉം വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിടക്കും. ഞാൻ എഴുതുന്നതിൻ്റെ ക്ലാരിറ്റി കുറവ് കാണും, കാരണം ഞാൻ ഡിജിറ്റൽ ടൂൾസ് എൻ്റെ കയ്യിലൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ തിയോസിയുടെ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. ഹോംവർക്ക് എന്ന് പറയുമ്പോൾ AB AA ആൻഡ് AA BBA ഈ സ്ട്രിങ് നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതും കൂടെ പറഞ്ഞുതരാം.